കവിത എഴുത്തും പാട്ടെഴുത്തും പാട്ട് ചിട്ടപ്പെടുത്തലും അതിന് പാടലും കലഹപാടൽ പ്രൊട്ടസ്റ്റ് സോങ് ഇതൊക്കെ ലോകമെമ്പാടും പലയിടത്തും കണ്ട് അലയടിച്ചു വന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേരളക്കരയിലൂടെ വേടനിലൂടെ കാണുന്നത്. അപ്പോൾ ഇതേപ്പറ്റി ഇപ്പോൾ ഒരു വലിയ ചർച്ച നടക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയേണ്ടതുണ്ടല്ലോ. ബോബ് മാർലി, ജമൈക്കൻ വംശജനായ ബോബ് മാർലി, കറുത്ത വർഗക്കാരിക്ക് വെളുത്ത സായിപ്പിലുണ്ടായ കുട്ടി. പക്ഷേ നിറം കൊണ്ട് പരിഹാസം ഒത്തിരി കേൾക്കേണ്ടി വന്നു ബാല്യത്തിൽ. നമ്മുടെ ഹിരൺദാസ് മുരളി എന്ന വേടൻ നേരിട്ടതുപോലെയുള്ള സമാനമായ അന്തരീക്ഷം അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബത്തിന് നേരിടേണ്ടി വന്ന സംഭവം. അപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് വളർന്നു വന്ന് ബോബ് മാർലി ലോകത്തിൻ്റെ റാപ്പ് മ്യൂസിക്കിൻ്റെ നെറുകയിൽ എത്തുന്നത്. അതായത് ഹിപ്പ് ഹോപ്പ് എന്ന് വിളിക്കപ്പെടുന്ന നൃത്ത രൂപത്തിലുള്ള ആട്ടവും പാട്ടും അത് ലോകം കീഴടക്കിയ ഒരു കാര്യമാണ് ബോബ് മാർലി. ബോബ് മാർലിയുടെ ജീവിതം നോക്കുമ്പോൾ അത് വേടൻ്റെ ജീവിതവുമായിട്ട് വളരെ സാമ്യമാണ്. അതേപോലെ വളരെ സെലിബ്രിറ്റിയായ പല കറുത്ത വർഗക്കാരുടെയും ജീവിതം, അവരൊക്കെ എങ്ങനെ ആ നിലയിലെത്തി എന്നുള്ളത്. അപ്പോൾ കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു വന്നു. വേടനും അതേപോലെ കൂലിപ്പണി ചെയ്തും കടുത്ത ദാരിദ്ര്യ ബാല്യം വേടന് ഉണ്ട്. കൂലിപ്പണി ചെയ്തും വാർക്കപ്പണിക്ക് പോയും ഒക്കെ വന്ന് അവസാനം ഒരു സംഗീത ട്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് തൻ്റെ ആദ്യ പാട്ട് 4-5 കൊല്ലം മുമ്പ് ആദ്യ വീഡിയോ വോയിസ്ലെസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ബോബ് മാർലി ലോകത്തെ ഒരു അത്ഭുതമായിട്ട് മാറിയത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗഞ്ചാഗൺ എന്ന് പറയുന്ന പാട്ട് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ കുറേ വർഷം ഇറങ്ങിയ ഹണിബി എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗഞ്ചാഗൺ എന്ന് പറഞ്ഞാൽ ഗഞ്ച 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 എന്ന് പാടുന്ന പാട്ട്. ഗഞ്ച എന്ന് പറഞ്ഞാൽ കഞ്ചാവ്. ബോബ് മാർലി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാനിത് ഉപയോഗിക്കും എന്നും പറഞ്ഞു നിങ്ങൾ എന്നെ അനുകരിക്കരുത്. ഇത് തന്നെയാണ് വേടനും കഴിഞ്ഞൊരു കേസിൽപ്പെട്ടപ്പോൾ പറഞ്ഞത്, ഗഞ്ചാ കേസിൽ പെട്ടപ്പോൾ പറഞ്ഞത്. ഞാനിത് ഉപയോഗിച്ചു പോയി, അത് എന്നെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് ആർക്കും തോന്നരുത്, ആരും ഇത് അനുകരിക്കരുത്, ഞാനത് തിരുത്താൻ നോക്കുന്നു എന്ന് പറയുന്നത് പോലെ ബോബ് മാർലിയും പറഞ്ഞിരുന്നു. അപ്പോൾ ഗഞ്ചാഗൺ സോങ് എന്ന് പറയുന്നത് കഞ്ചാവിനെ പറ്റി ഉള്ളൊരു പാട്ടാണ്. അത് ലോകമെമ്പാടും എത്രയോ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ആൾക്കാർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാടൽ ആണ് ഗഞ്ചാഗൺ. അതേപോലെ നമ്മുടെ വേടൻ്റെ പാട്ടുകളും. ഇതേപോലെ മറ്റ് പറയേണ്ട ചില കറുത്ത സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന, ഇപ്പം ഞങ്ങൾ പറയുന്ന വേടൻ ഈ ഒരു പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കറുത്ത സംഗീത അല്ലെ അതുപോലുള്ള സെലിബ്രിറ്റികളിൽ വേടൻ കടന്നു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോ. അതിന് ഉപോത്ബലകമായിട്ട് അനുബന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓപ്ര വിൻഫ്രി, ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ കാഴ്ചക്കാരുള്ള ടെലിവിഷൻ അവതാരികയായിരുന്ന ഓപ്ര വിൻഫ്രി കടുത്ത ദാരിദ്ര്യത്തിൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന് ബന്ധുക്കളാൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി 14 വയസ്സോടെ വീട്ടിൽ നിന്ന് ഒളിച്ചു കൊടുക്കും. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാഞ്ഞ് പട്ടിണി, പരിവട്ടം, പിന്നെ സെക്ഷൽ അബ്യൂസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയോ പോയി എവിടേക്കോ പോയിട്ട് ആരുടെയൊക്കെ സഹായം കൊണ്ട് പഠിച്ച് ഡിഗ്രി സമ്പാദിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി നേടുന്നു. അങ്ങനെ അവസാനം ഒരു 1-2 മത്സരങ്ങളിൽ, കറുത്തവരുടെ സൗന്ദര്യ മത്സരങ്ങളിൽ ഓപ്ര വിൻഫ്രി പങ്കെടുക്കുന്നു. സുന്ദരിയാണ്, കറുത്ത സുന്ദരിയാണ്. ഇപ്പൊ വേടൻ കറുത്ത സുന്ദരൻ എന്ന് പറയുന്ന പോലെ ഓപ്ര വിൻഫ്രി കറുത്ത സുന്ദരിയായിരുന്നു. അപ്പൊ കറുത്ത സുന്ദരിമാരുടെ മത്സരത്തിൽ മിസ് സുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളായി മാറി അവരുടെ സൗന്ദര്യം കൊണ്ട് ഓപ്ര വിൻഫ്രി. അങ്ങനെയാണ് അവർക്ക് ടെലിവിഷനിലേക്ക് ഒരു വാതിൽ തുറക്കപ്പെടുന്നത്. ഇപ്പൊ വേടൻ എങ്ങനെ വന്നു എന്നുള്ളതും ബോബ് മാർലി എങ്ങനെ വന്നു എന്നുള്ളതും ഓപ്ര വിൻഫ്രി എങ്ങനെ വന്നതും അതും ഇതെല്ലാം സമാനതകളുണ്ട്. അത് കാലത്തിന്റെ ഒരു നിയോഗമാണ് എന്നാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. അങ്ങനെ ഓപ്ര വിൻഫ്രി ആരായിട്ട് മാറി എന്നുള്ളത് അവര് അമേരിക്കയിലെ ഏറ്റവും വലിയ അതായത് ആഫ്രോ അമേരിക്കൻ കറുത്ത വർഗക്കാരിലെ ഏറ്റവും വലിയ സമ്പന്നയായിട്ട്
ഏറ്റവും വലിയ സ്വത്തുകാരിയായിട്ട് ഓപ്ര വിൻഫ്രി മാറി അമേരിക്കൻ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലെ, ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സമ്പാദ്യമുണ്ടാക്കിയ ഏറ്റവും വലിയ പണക്കാരിയായിട്ട് കറുത്ത സമൂഹത്തിൽ നിന്ന്, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ ഏറ്റവും മുന്നിലെത്തി എന്നുള്ളതാണ്. അവിടെയാണ് വെട്ടിപ്പിടിക്കുകയാണ് ജീവിതം, തോറ്റുകൊടുക്കുകയല്ല. ഓപ്ര വിൻഫ്രി എടുത്താലും ബോബ് മാർലി എടുത്താലും പരിഹാസം നേരിട്ട ജീവിതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെട്ടിപ്പിടിക്കുകയായിരുന്നു തൻ്റെ ലോകം. വേടനും അത് തന്നെയാണ് ചെയ്തത്. ഇതിന് വളരെ സമാനതകളുണ്ട്. ഇനി ഒരു പേര് കൂടി ഇവിടെ പറയാം, മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സന്റെ വരവും പോപ്പിന്റെ മാന്ത്രികൻ, ദ കിങ് ഓഫ് പോപ്പ് മ്യൂസിക് എന്ന് പറയുന്ന മൈക്കൽ ജാക്സൺ എങ്ങനെയാണ് വന്നത്? കറുത്ത വർഗക്കാരിൽ നിന്നും ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പോപ്പ് ഗായകനായിട്ട് മൈക്കൽ ജോൺസൺ എങ്ങനെയാണ് വന്നത്? ജാക്സൺ എങ്ങനെയാണ് വന്നത്? അപ്പോൾ മൈക്കൽ ജാക്സന്റെ ജീവിതത്തിലും ഇതേപോലെ കുറെ സമാനതകളുണ്ട്. പിന്നെ പല അപവാദങ്ങൾ മൈക്കൽ ജാക്സനെ പറ്റി വന്നു. എന്താണ്? അദ്ദേഹം കറുത്ത വർഗംകാരിൽ നിന്ന് വന്നെങ്കിലും തൊലി വെളുപ്പിച്ചു, സ്കിൻ വെളുപ്പിച്ചു, വെളുത്ത ആളായി മാറാൻ നോക്കി, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ. അത് അദ്ദേഹത്തെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിച്ചു മൈക്കൽ ജാക്സനെ. എന്നിട്ട് അദ്ദേഹം വളരെ ട്രോമയിലൂടെ കടന്നുപോയ ഒരു കാലമുണ്ട്. അവസാനം 1993 അദ്ദേഹം തുറന്നു പറയുകയാണ്, ഓപ്ര വിൻഫ്രി ഷോയിൽ തന്നെ 1993 ഓപ്ര വിൻഫ്ര ഷോയിൽ പറയുകയാണ്, തുറന്നടിക്കുകയാണ് മൈക്കൽ ജാക്സൺ വിൻഫ്രിയോട്. എന്താണ്? എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് വിറ്റിലിഗോ രോഗമുണ്ട്. വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളപ്പാണ്ട്. അപ്പോൾ സ്കിൻ പിഗ്മെന്റേഷൻ കുറയുന്നത് മൂലം തൊലി വെളുക്കും. അപ്പൊ തൊലി വെളുക്കുന്ന വിറ്റിലിഗോ വെള്ളപ്പാണ്ട് രോഗം മൈക്കൽ ജാക്സനെ ബാധിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ ആൽബങ്ങൾ നോക്കിയാൽ നമുക്കറിയാം കറുത്ത മൈക്കൽ ജാക്സൺ. പിന്നെ മൈക്കൽ ജാക്സന്റെ തൊലിപ്പുറത്ത് ചില മാറ്റങ്ങൾ വരുന്നു. അപ്പൊ വെള്ളപ്പാണ്ട് അദ്ദേഹത്തിന് പിടിപെട്ടു. അപ്പൊ തൊലി വെളുത്തുകൊണ്ടിരിക്കും, പിഗ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്. ലോസ് ഓഫ് പിഗ്മെന്റേഷൻ എന്നാണ് അതിന് പറയുക, വിറ്റിലിഗോ. അപ്പൊ അദ്ദേഹം ക്രീം പുരട്ടാൻ തുടങ്ങി, അത് മറച്ചു വെക്കാൻ വേണ്ടി. അതായത് ഞാൻ കറുത്തവനായിട്ട് തന്നെ എൻ്റെ പാട്ടുകൾ ആൾക്കാർ കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ വെള്ളപ്പാണ്ട് മറയ്ക്കാൻ അദ്ദേഹം ക്രീം ഉപയോഗിച്ചു. പക്ഷെ അത് തിരിച്ചടിച്ചു. ക്രീമിന്റെ റിയാക്ഷൻ കൊണ്ട്, സൈഡ് എഫക്റ്റ് കൊണ്ട് വീണ്ടും സ്കിൻ, അതായത് സൂര്യപ്രകാശം പോലും ഏൽക്കാൻ പറ്റില്ല, സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല തൊലിപ്പുറത്ത്. അപ്പൊ അത് വീണ്ടും വർദ്ധിക്കും. അങ്ങനെ വളരെ ഇങ്ങനൊരു രോഗത്തിന്റെ ട്രോമയിലൂടെ കടന്നുപോയ ആളാണ് മൈക്കൽ ജാക്സൺ. അത് ഓപ്ര വിൻഫ്രിയുടെ അദ്ദേഹം വെളിപ്പെടുത്തുമ്പോഴാണ് ലോകം അറിയുന്നത് ഇദ്ദേഹത്തിന് വെള്ളപ്പാണ്ടാണ് വന്നത്. വെള്ളപ്പാണ്ട് മാറ്റാൻ വേണ്ടി ക്രീം തേച്ച് അവസാനം മേക്കപ്പ് കൂട്ടി അവസാനം അത് അതിനേക്കാൾ കുളമായി. അദ്ദേഹം പൂർണ്ണമായിട്ടും തൊലി വെളുത്തവനായിട്ടും മാറുന്നത് വെള്ളക്കാരനാവാൻ വേണ്ടിയല്ലായിരുന്നു, രോഗം വന്നിട്ടാണ്. അങ്ങനെ അദ്ദേഹം അവസാനം സ്റ്റേജ് ഷോകൾ അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയി. ഒരു തിരിച്ചുവരവിന് അദ്ദേഹം ലോക സഞ്ചാരത്തിന് തയ്യാറെടുക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുന്നത്, മരണം സംഭവിക്കുന്ന, രോഗബാധിതനായിട്ട് മൈക്കൽ ജാക്സൺ മരിക്കുന്നത്. പക്ഷേ മൈക്കൽ ജാക്സൺ കേൾക്കേണ്ടി വന്ന പഴി, ആക്ഷേപങ്ങള്, തൊലി വെളുപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചു. നമുക്ക് ഇതൊക്കെ അറിയാമല്ലോ. ഇത് വെള്ളപ്പാണ്ടായിരുന്നു എന്നും ലോകം അറിയുന്നത് വളരെ വൈകിട്ടാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു വന്നത്, ലോകത്ത് കറുത്ത നിറക്കാരിൽ നിന്നും സെലിബ്രിറ്റികളായി വന്നിട്ടുള്ളവരൊക്കെ ഒട്ടേറെ ത്യാഗങ്ങൾ, പട്ടിണി, പരിവട്ടം, ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ആരുടെയും വലിയ പിന്തുണയില്ലാതെ സ്വയം വെട്ടിപ്പിടിച്ച ലോകമാണ് അവർ കീഴടക്കിയത്. ആരൊക്കെയായാലും, മൈക്കൽ ജാക്സൺ ആയാലും, ബോബ് മെർലി ആയാലും, ഓപ്ര വിൻഫ്രി ആയാലും, ഇപ്പോൾ നമ്മുടെ വേടനായാലും. ഞങ്ങൾ ഇന്നലെ ചെയ്ത ആ ന്യൂസ് വീഡിയോയുടെ ടൈറ്റില് ആഗോള വേടൻ. നൗ വേടൻ ഈസ് ഗ്ലോബൽ. ഗ്ലോബലായിട്ട് വേടൻ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക. അത് സ്വയപ്രയത്നം കൊണ്ടാണ്, സ്വന്തം പ്രയത്നം കൊണ്ടാണ് വേടൻ ഈ ലോകം വെട്ടിപ്പിടിച്ചത്. അതിനകത്ത് ഒരാളുടെയും വഴിവിട്ട സഹായമോ അകമഴിഞ്ഞ സഹായമോ ഒന്നും കിട്ടിയിട്ടില്ല. വേടന്റെ ജീവിതം ഇതുവരെയുള്ള 30 വയസ്സാവുമെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും.
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ പിതൃത്വം, അതായത് പിതൃത്വം നഷ്ടപ്പെട്ടിട്ട് അത് മറ്റുള്ളവർ അവകാശപ്പെടുന്നതിനെ പറ്റി എന്താണ്? അത് ഒരു കറുത്ത നിറമുള്ള ഒരു ഗായിക പാടിയ പാട്ടിനെ കുറിച്ച് പറയാം. രശ്മി സതീഷ്. രശ്മി സതീഷ് വേദികളിലൊക്കെ പാടി തകർക്കുന്ന ആ ഒരു വളരെ പ്രശസ്തമായ ആ പാട്ടുണ്ടല്ലോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള രശ്മി സതീഷ് എന്ന കറുത്ത നിറമുള്ള സുന്ദരിയുടെ പാട്ടിന് വളരെ പ്രശസ്തി ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. എത്രയോ ലക്ഷങ്ങളാണ് യൂട്യൂബിലൊക്കെ ആ പാട്ട് കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേടന്റെ കാര്യം പറയുമ്പോൾ അതുകൊണ്ട് ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതൊരു അനീതിയായിരിക്കും. രശ്മി സതീഷ് 2014 പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന ഒരു സമരമുഖത്താണ് ഈ പാട്ട് ആദ്യം പാടുന്നത്. രശ്മി സതീഷ് വളരെ മനോഹരമായിട്ട് പാടുന്നതാണ്. നമുക്കറിയാം, അവരുടെ വീഡിയോ കണ്ടാൽ നമുക്കറിയാം. സർക്കാർ പ്രസിദ്ധീകരിച്ച് പബ്ലിഷ് ചെയ്ത് കുട്ടികൾ പഠിക്കുന്ന NCERTയുടെ മലയാളം പാഠപുസ്തകത്തിൽ ഈ കവിത, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഈ കവിത എഴുതിയത് ശ്രീ മുരുകൻ കാട്ടാക്കടയാണ്. അത് തിരുത്തപ്പെട്ടില്ല, ഒന്നത്. രണ്ട്, സുഗതകുമാരി, കവയത്രി സുഗതകുമാരി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒരു കുട്ടി കയറി വന്നിട്ട്, ഞാനിനി സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത പാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കവിത പാടി. ഇത് മുരുകൻ കാട്ടാക്കട എഴുതിയെന്നറിയപ്പെടുന്ന ഈ കവിത പാടിയിട്ട് പിന്നായിരിക്കും മുരുകൻ കാട്ടാക്കടയുടെ പേരിൽ ഇത് NCERT വന്നത്, ബുക്കിൽ പാഠപുസ്തകത്തിൽ വന്നത്. സുഗതകുമാരി വേദിയിരിക്കുന്നു. ഈ കുട്ടി പാടിയ പാട്ട്, കവിത, ചൊല്ലിയ കവിത ഞാൻ എഴുതിയതല്ല, ഞാനിങ്ങനെ എഴുതിയിട്ടില്ല, ഇത് വേറെ ആരും എഴുതിയ കവിതയാണെന്ന് സുഗതകുമാരി ചടങ്ങിൽ തിരുത്തിയില്ല. അവർ മൗനം പാലിച്ചു. അവരെഴുന്നേറ്റിട്ട്, സുഗതകുമാരി ടീച്ചർ എഴുന്നേറ്റിട്ട് പറയണ്ടേ, ഇത് മോളെ ഞാൻ എഴുതിയ, ഒരു പെൺകുട്ടിയാണ് ഈ കവിത പാടിയത്, മോളെ ഇത് ഞാൻ എഴുതിയ കവിതയല്ല, ഇത് മറ്റാരോ എഴുതിയതാണ്. ഇനി അപ്പൊ ആരാണോ ഈ കവിത, ഈ രശ്മി സതീഷ് വേദികളിലെല്ലാം 2014 മുതൽ പലയിടത്തും രശ്മി സതീഷ് പാടിക്കൊണ്ടിരിക്കുന്ന കവിതയാണ് ഈ വളരെ മനോഹരമായ ഈ കവിത. അപ്പൊ പിന്നെ ഇത് ആരാ എഴുതിയത്? ഇത് 32 വർഷം മുമ്പ് എഴുതിയൊരു വേറൊരു മഹാൻ ശാസ്താംകോട്ടയിൽ ജീവിച്ചിട്ടുണ്ട്. ഈ യഥാർത്ഥ കവിത എഴുതിയാണ്. അതായത് 2014 ഇത് രശ്മി സതീഷ് വേദിയിൽ പാടുന്നത്, സമരമുഖത്ത് പാടുന്നത്. 32 വർഷം മുമ്പ് ഈ കവിത എഴുതിയ ഒരു മനുഷ്യൻ ശാസ്താംകോട്ടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്നാണ്. ഇഞ്ചക്കാട് ശാസ്താംകോട്ടയിലെ ഒരു സ്ഥലപ്പേരാണ്. അവിടത്തുകാരനാണ് ബാലചന്ദ്രൻ. അപ്പൊ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ 32 വർഷം മുമ്പ് എഴുതിയ കവിതയാണിത്. ആർക്കും അറിയില്ല. ഈ മനുഷ്യൻ എഴുതിയ കവിതയുടെ എഴുതിയ ആളിന്റെ മേലങ്കി മുരുകൻ കാട്ടാക്കടയും സുഗതകുമാരിയും ഒക്കെ അവർക്ക് ചാർത്തി കൊടുത്തത് ആരാണ്? ഈ മനുഷ്യൻ, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, ഈ മനുഷ്യൻ 37 രാജ്യങ്ങളിൽ പോയിട്ട് ഈ കവിത പാടിയിട്ടുണ്ട്. 37 രാജ്യങ്ങളിൽ. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിരുന്നു. പരിസ്ഥിതി സംഘാടനത്തിലൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ആളാണ് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. അദ്ദേഹത്തിന് 70 വയസ്സായി. അദ്ദേഹം എഴുതിയ കവിതയാണിത് എന്ന് എത്ര പേർക്കറിയാം? അദ്ദേഹത്തെ ചില സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ കവിതാ മത്സര വേദിയിൽ ജഡ്ജസ് ആയിട്ട് വരുന്ന കൂട്ടത്തിൽ ഇഞ്ചക്കാട് ബാലചന്ദ്രനെ വിളിക്കാറുണ്ട്. അദ്ദേഹം വേറെ ഒട്ടേറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം വിവാദമായ ഒരു കവിത ഞങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാലചന്ദ്രൻ വേറെ ഒട്ടേറെ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പല സ്കൂൾ യുവജനോത്സവത്തിനും കവിതാ മത്സര വേദിയിലെ ജഡ്ജായിട്ട് വിളിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആ മത്സരവേദിയിലെ ഒരു ഐറണി നമ്മൾ ആലോചിക്കണം. ഇതേപോലെ ഒരു മത്സരിക്കുന്ന കുട്ടികളിൽ ഒരാൾ വന്നിട്ട്, അദ്ദേഹം ജഡ്ജായിട്ട് താഴെ ഇരിക്കുന്നു, വേദിക്ക് പിന്നിൽ താഴെ, മുമ്പിൽ താഴെ വേദിയിൽ കുട്ടികൾ കവിത അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട്, ഞാൻ ഇനി സുഗതകുമാരി ടീച്ചറിന്റെ ഇന്ന കവിതയാണ് പാടാൻ പോണത്.
അതായത് താൻ എഴുതിയ കവിത അത് ആരാണ് എഴുതിയെന്നറിയാതെ ഒരു കുട്ടി, പാവം കുട്ടി വന്നിട്ട് അത് സുഗതകുമാരി എഴുതിയ കവിതയാണെന്ന് വിചാരിച്ചിട്ട് വേദിയിൽ പാടുകയും അതിന് മാർക്കിടേണ്ടിയും വരുന്ന ഒരു ഗതികേട് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്ന് പറയുന്ന കവിക്കും ഉണ്ടായാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ സർക്കിൾ പൂർത്തിയാക്കുക, പറഞ്ഞു വന്നിട്ട് ഇവിടെയാണ് നമ്മൾ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. എന്താണ്? വേടൻ എഴുതുന്നു, കവിതയോ ഗാനമോ പാട്ടോ എഴുതുന്നു, അത് ചിട്ടപ്പെടുത്തുന്നു, അതിന് സംഗീതം നൽകുന്നു, അത് പാടുന്നു, വേദികളെ ഇളക്കി മറിച്ചുകൊണ്ടത് പാടുന്നു. ബോബ് മെർലിയും ഇത് തന്നെയാണ് ചെയ്തത്. റാപ്പിന്റെ തലതൊട്ടപ്പനായ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിന്റെ തലതൊട്ടപ്പനായ ബോബ് മെർലിയും ഇത് തന്നെ ചെയ്തു. സ്വന്തമായിട്ട് വരികൾ എഴുതി, ഈരടികൾ എഴുതി, അത് ചിട്ടപ്പെടുത്തി സംഗീതം കൊടുത്തു, അത് പാടി ലോകം കീഴടക്കി. വേടനും ഇങ്ങനെയാണ് ലോകം കീഴടക്കിയത്. ഇവിടെ അറിയപ്പെടാതെ പോകുന്ന ഇത്തരം കവികളെ കുറിച്ച് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇഞ്ചക്കാട് ബാലചന്ദ്രനെ പോലുള്ള കവികളെ കുറിച്ച്. അവരെഴുതിയ കവിതയുടെ പിതൃത്വം അല്ലെ മാതൃത്വം സുഗതകുമാരിയോ മുരുകൻ കാട്ടാക്കടയൊക്കെ ഏറ്റെടുക്കുമ്പോൾ, അല്ലെ അവരുടെ മേൽ ചാർത്തപ്പെടുമ്പോൾ, അത് തിരുത്താനുള്ള മര്യാദകൾ അവർക്കുണ്ടായിരുന്നു. സുഗതകുമാരി ടീച്ചർ മരിച്ചുപോയി. മുരുകൻ കാട്ടാക്കട ഇപ്പോൾ സർക്കാരിൻ്റെ, എൻ്റെ അറിവനുസരിച്ച് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ്. ഈ പറയുന്ന മലയാളം മിഷന്റെ തലപ്പത്ത് പ്രവർത്തിക്കുകയാണ് ഇപ്പം അദ്ദേഹം, മുരുകൻ കാട്ടാക്കട. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, NCERTയുടെ പാഠപുസ്തകത്തിൽ ഈ കവിത എന്തുകൊണ്ട് താങ്കളുടെ പേരിൽ വന്നു? താങ്കൾ എഴുതിയ കവിതയാണെന്ന് പറഞ്ഞെങ്കിൽ വന്നു. താങ്കൾ ഒരിക്കലും തിരുത്തി പറഞ്ഞതായിട്ട് ഞാനൊരു വാർത്തയിലും കണ്ടിട്ടില്ല. അപ്പോ വേടൻ എന്താണെന്ന് നമ്മളിവിടെയാണ് തിരിച്ചറിയുന്നത്.